അപ്പോൾ ഇന്നലെ തലകറങ്ങി വീണ അപ്പാച്ചെ ഹെലികോപ്റ്റർ തലകറങ്ങി വീണതല്ല, ഇറാൻ തള്ളിയിട്ടതാണെന്നാണ് ട്രംപ് ഇന്ന് രാവിലെ വന്ന് പറഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇറാൻ്റെ ഊർജ കേന്ദ്രങ്ങളടക്കം 2 വാട്ടർ സംഭരണി, അതായത് ജലസംഭരണികളടക്കം 20ഓളം കേന്ദ്രങ്ങളിലോട്ട് ഇന്ന് പുലർച്ചെ തന്നെ ട്രംപ് തിരിച്ചടിച്ചത്. അപ്പാച്ചെ വീണതിൻ്റെ ഭാഗമായിട്ട് 20 സ്ഥലത്തോട്ട് നിങ്ങൾ അടിച്ച സ്ഥിതിക്ക് ഞങ്ങൾ 21 തിരിച്ചടിക്കാമെന്ന് ഇറാനും തീരുമാനിച്ചു. ബഹ്റൈൻ, കുവൈറ്റ്, ജോർദാൻ, ഈ 3 രാജ്യങ്ങളും പിന്നെ ഇറാഖിലെ ബേസുകളിലോട്ടും ഇത്രയും സ്ഥലങ്ങളിലോട്ടും വേണ്ട പോലെ 20-ന് പകരം 21 എന്നുള്ള രീതിയിൽ ഇറാൻ്റെ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ജോർദാനിൽ നിർത്തിയിട്ടിട്ടുള്ള F-35 ഹാങ്ങേഴ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ തകർത്ത് കളഞ്ഞു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തോട്ട് വരുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റായി പോയി, കറണ്ടും കാര്യങ്ങളും ഇല്ല, നല്ല മഴയാണ്, കാറ്റാണ്, അതുകൊണ്ടാണ് കുറച്ച് ലേറ്റായി പോയത് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കേതായാലും നേരെ ഡീറ്റെയിൽസിലോട്ട് പോകാം. അതായത് ഇന്നലെ US ആർമിയുടെ അപ്പാച്ചെ ഹെലികോപ്റ്റർ വെടിവെച്ചിട്ടതിന് മറുപടിയായിട്ടാണ് ഇന്ന് പ്രസിഡന്റിന്റെ അതായത് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം US സെൻട്രൽ കമാൻഡ് വൈകുന്നേരം 5 മണിക്ക്, അതായത് ഇന്നലത്തെ അമേരിക്കയിലെ വൈകുന്നേരം 5 മണിക്ക് ഇറാനെതിരെ സ്വയം രക്ഷാർത്ഥമുള്ള ആക്രമണങ്ങൾ ആരംഭിച്ചു. അതാണ് സെൻട്രൽ കമാൻഡിന്റെ ഈ ഒരു പോസ്റ്റിന്റെ സാരം. അതായത് ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് ഞങ്ങൾക്ക് അടി കിട്ടിയതുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ എന്താ പറയുക ഡിഫൻസ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇറാനെ തിരിച്ചടിച്ചിട്ടുണ്ട്. അപ്പാച്ചെ വീണതിന് പകരമാണ് ഞങ്ങൾ അടിച്ചിട്ടുള്ളത്. അടിച്ച സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസ് നോക്കുമ്പം അതാണ് ഏറ്റവും വലിയ, അതായത് ഞങ്ങൾ സൈനിക കേന്ദ്രങ്ങളോ അതല്ലെങ്കിൽ ഞങ്ങൾ ഇറാൻ്റെ മിലിറ്ററി സിസ്റ്റത്തിനല്ല ഞങ്ങൾ അടിച്ചിട്ടുള്ളത്. അത് അടുത്തത് പറയുന്നുണ്ട്. അതായത് സെൻട്രൽ കമാൻഡ് പറഞ്ഞിട്ടുള്ളത് തീർത്തും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ഇറാൻ്റെ തസ്നീം ന്യൂസിൽ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ഈ മുന്നറിയിപ്പ് നൽകിയത്. അതായത് അപ്പാച്ചെ ഹെലികോപ്റ്റർ സംഭവത്തിന്റെ പേര് ചേർത്തിട്ട് US നടത്തുന്ന ഒരു അധിനിവേശത്തിനാണ് ഇറാൻ തീർച്ചയായിട്ടും സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് എന്നാണ് തസ്നീം ന്യൂസിൽ വന്നിട്ടുള്ള ഡീറ്റെയിൽസ്. ഇത് ഇറാൻ്റെ IRGC പുറത്തോട്ട് വിട്ട ഡീറ്റെയിൽസ് ആണ്. അതായത് ഈ ന്യൂസ് മാത്രമല്ല കേട്ടോ, ഇറാൻ്റെ എന്താ പറയുക ചാനൽ 12 ഒക്കെ ഇതേ ഡീറ്റെയിൽസ് തന്നെയാണ് പുറത്തോട്ട് വരുന്നത്. ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും റഡാർ സ്റ്റേഷനുകളും ഒക്കെ ലക്ഷ്യമിടുക എന്ന് പറഞ്ഞുകൊണ്ട് തൊട്ട് മുമ്പത്തെ ഘട്ടങ്ങളിൽ നമ്മൾ കണ്ട പോലെ കുടിവെള്ളം, അതായത് കുടിവെള്ള ടാങ്കുകൾ, അതായത് സംഭരണികൾ, വാട്ടർ റിസർവോയേഴ്സും അതുപോലെ തന്നെ മറ്റ് ഊർജ്ജ പ്രതിരോധ സിസ്റ്റംസുമാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ അമേരിക്ക ലക്ഷ്യം വെച്ചിട്ടുള്ളത്. അതായത് അവിടുത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുക, അല്ലെങ്കിൽ അവിടുത്തെ എന്താ പറയുക ഭരണത്തിന്, ആ ഒരു ഗവൺമെന്റിനെ ബുദ്ധിമുട്ടിലാക്കുക, ഇത് ഗവൺമെന്റിനെതിരെ ജനങ്ങളെ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട്. എന്താ അവിടെ ബുദ്ധിമുട്ടുകളും, അവിടെ വെള്ളത്തിനുള്ള ക്ഷാമം വരുന്ന സമയത്ത് അതായത് കറണ്ടും ഇലക്ട്രിസിറ്റിയും കിട്ടാത്തൊരവസ്ഥ വരുമ്പോഴൊക്കെയാണല്ലോ അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ ഗവൺമെന്റിനെതിരെ തിരിയുക. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ അമേരിക്ക ലക്ഷ്യം വെച്ചിട്ടുള്ളത് ഇങ്ങനത്തെ കാര്യങ്ങളിലോട്ടാണ്. അല്ലെങ്കിൽ ഇറാൻ തിരിച്ചടിക്കുന്നത് ബേസുകളിലോട്ടും ഹെലികോപ്റ്ററുകളൊക്കെ ആണെങ്കിൽ തിരിച്ച് അമേരിക്ക ചെയ്യുന്നത് തന്തയില്ലാത്ത പരിപാടി ഇസ്രായേലും അമേരിക്കയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഈവൻ ഇസ്രായേലി ചാനലിൽ വരെ ആളുകൾ പുറത്തോട്ട് പറയുന്ന രീതിയിലുള്ള അവസ്ഥകളാണ് വന്നിട്ടുള്ളത്. നമ്മൾ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ട സാധനമാണല്ലോ അല്ലേ, വെള്ളവും വായുവും ഭക്ഷണവും അതുപോലെ പാർപ്പിടവും വസ്ത്രമൊക്കെയാണല്ലോ നമ്മുടെ എന്താ പറയുക പ്രാഥമിക അടിസ്ഥാന കാര്യങ്ങൾ. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ അങ്ങ് നിർത്തിക്കളയാനുള്ള പരിപാടി ചെയ്യുക, അതായത് മനുഷ്യരെ ബുദ്ധിമുട്ടിക്കാം. ഇപ്പം ലെബനോൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഹിസ്ബുള്ളനെ കൊന്നു തീർക്കുക എന്നുള്ള പേരിൽ ഇസ്രായേൽ ചെയ്യുന്ന എന്താണ്, അവിടുത്തെ സാധാരണ മനുഷ്യന്മാരെ ബുദ്ധിമുട്ടിക്കുക, അവരെ കൊന്നു തീർക്കുക, പിള്ളേരെ ചെറിയ കുട്ടികളെ കൊല്ലുക. ഇതാണ് ഏറ്റവും വിനോദം. ഇസ്രായേലി പട്ടാളക്കാർക്ക് ഇപ്പോൾ ഗസ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ലെബനോൻ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഈവൻ ഇറാനിൽ ഈ ഫസ്റ്റ് യുദ്ധത്തിന്റെ സ്റ്റാർട്ടിങ് എവിടേക്കാണ് ഈ ഒരു മിസൈൽ പോയത് നമുക്കറിയില്ല. പിള്ളേരുള്ള സ്ഥലത്തോട്ട്, അത് പിള്ളേരെ തീർക്കുക, ഒരു ഭാവി തലമുറ അവിടെ വരണ്ട, പിള്ളേരെ അങ്ങ് അടിച്ച് തീർത്ത് കളയുക. പിന്നെ ഈ ആവശ്യമില്ലാത്ത പലതരത്തിലുള്ള ബോംബുകൾ അവിടെ ഇട്ടിട്ട് അത് ജനിക്കാൻ പോകുന്ന പിള്ളേരെ മാക്സിമം മെന്റലി ഫിസിക്കലി ഡിസേബിൾഡ് ആക്കി മാറ്റുക. അതായത് ഏറ്റവും ക്രൂരമായിട്ട് യുദ്ധം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നികൃഷ്ട ജന്തുക്കളാണ് ഈ പറഞ്ഞ ഇസ്രായേലി സേനയിലുള്ളതും അല്ലെങ്കിൽ ഇസ്രായേലിനിപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നതും. ഇപ്പം അമേരിക്കയുടെ ട്രംപ് ആണെങ്കിലും ആ രീതിയിൽ ഇപ്പം പിള്ളേരെ ചെറിയ കുട്ടികളെ, അതായത് 11, 12, 13 വയസ്സുള്ള കുട്ടികളെ പീഡിപ്പിക്കുക, അതല്ലെങ്കിൽ അവരെ പീഡിപ്പിക്കുന്നതിൽ സുഖം കണ്ടെത്തുക, അതിനുവേണ്ടി കൂട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലി എന്താ പറയുക മൊസാദിനെ പോലത്തെ അല്ലെങ്കിൽ ഇസ്രായേലിലെ ജൂതന്മാരുടെ വലിയൊരു വിഭാഗവും ഇങ്ങനെ കൂട്ടിക്കൊടുക്കുക. അവിടെ പോയിട്ട് അതിന് വേണ്ടിയിട്ട് ഇവൻ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോലും മന്ത്രിമാർ അവിടെ പോയിട്ട് ഇന്നത്തെ പരിപാടികൾ കാണിക്കുക. ഇതാണ് നടക്കുന്നത്. ഏറ്റവും ക്രൂരന്മാർ ഈ ലോകം കൈയടക്കി കഴിഞ്ഞാലുള്ള ഒരു സംഭവങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതൊക്കെ ഒരു സ്റ്റാർട്ടിങ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഏത് രീതിയിലാണ് ഇറാനിലോട്ട് ആക്രമണങ്ങൾ ഉണ്ടായെന്ന് കാണാം. ഈ ഒരു ഫ്ലൈറ്റ് റഡാർ സിസ്റ്റം ഞാൻ കാണിച്ചു കേട്ടോ. ഇത് സൗദി എയർബേസിലാണ് അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകൾ സൗദി എയർബേസിൽ നിന്ന് വരുന്നതായിട്ടുള്ള ചില റഡാർ ചിത്രങ്ങൾ കാണിക്കുന്നുണ്ട്. സൗദിയിലോട്ടും അടിച്ചു എന്ന് കേൾക്കുന്നുണ്ട്. പക്ഷേ അവിടെ നിന്നുള്ള പിക്ചേഴ്സോ ഇമേജസോ അല്ലെങ്കിൽ അവിടെ നിന്ന് എക്സ്പ്ലോഷൻസിൻ്റെ ഡീറ്റെയിൽസും ഇതുവരെ പുറത്തോട്ട് വന്നില്ല. പക്ഷേ സൗദി ബേസിലോട്ടും, അതായത് പ്രിൻസ് സുൽത്താൻ ബേസിലോട്ടില്ല, അൽഖർജിലുള്ള അങ്ങോട്ട് വീണ്ടും ഇന്ന് അടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇനി അതല്ലാണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള മറ്റൊരു വീഡിയോ ഇതാണ്. ഇത് ബഹ്റൈനിലെ അമേരിക്കയുടെ 5th ഫ്ലീറ്റ് ഉണ്ട്, അങ്ങോട്ട് അടി കിട്ടിയതാണ്. അതായത് അമേരിക്കയുടെ GCC കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരു സെൻട്രൽ കമാൻഡ് സിസ്റ്റം തന്നെയാണ് അവിടെ ഈ 5th
ഫ്ലീറ്റിലോട്ടുള്ളത്. അപ്പോൾ അവിടെ നല്ല രീതിയിൽ അടി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ലൈവ് ചിത്രങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട്. അതിൽ ഭയങ്കര ദൂരത്തായിട്ടാണ് കാണുന്നത് അവിടെ എക്സ്പ്ലോഷൻ, അതായത് ഇറാൻ്റെ മിസൈലാണോ ഡ്രോൺ ആണോ എന്നറിയില്ല, നല്ല രീതിയിൽ പൊട്ടിയതായിട്ടുള്ള വിഷ്വൽസ് ഇതിൽ കാണിക്കുന്നുണ്ട്. ഇനി അത് മാത്രമല്ല, സൗദിയുടെ മറ്റ് ചില ബോർഡറുകളിൽ 4 അമേരിക്കൻ്റെ റീഫ്യൂലിംഗ് എയർക്രാഫ്റ്റുകൾ പറക്കുന്നതായിട്ടുള്ള റഡാർസ് ഇമേജസ് പുറത്ത് വന്നിട്ടുണ്ട്. അതായത് ഇങ്ങോട്ട് ഇറാനിലോട്ട് പോയി അടിക്കുന്ന സമയത്തെ, പോകുന്ന സമയത്തും കറങ്ങുന്ന സമയത്തും തിരിച്ചു വരുന്നൊക്കെ സമയത്ത് അങ്ങ് ആകാശത്തും തന്നെ ഫ്യൂല് റീഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സൗദി കേന്ദ്രീകരിച്ചിട്ടാണ് ഈ ആക്രമണങ്ങൾ കൂടുതൽ നടന്നിട്ടുള്ളതെന്നാണ് പറയുന്നത്. അത് പിന്നെ കുവൈറ്റും അതുപോലെ തന്നെ ജോർദാനും മറ്റ് കാര്യപ്പെട്ട ഭാഗങ്ങൾ, ജോർദാൻ്റെ പല ഭാഗങ്ങളിലും ഇന്നലെ രാത്രി തിരിച്ചടിയിൽ ജോർദാൻ്റെ പല ഭാഗങ്ങളിലും നല്ല രീതിയിൽ ഇറാൻ തിരിച്ചടിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പിന്നെ ബഹ്റൈൻ കഴിഞ്ഞ് ജോർദാൻ കഴിഞ്ഞാൽ പിന്നെ ഇറാഖിലെ അമേരിക്കൻ ബേസുകളിലോട്ടാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ ഇന്നലത്തെ അടി കിട്ടിയിട്ടുള്ളത്. അതായത് 20 പകരം 21 ബേസിലെ 21 സ്ഥലങ്ങളിലോട്ട് മാറി മാറി അടിച്ചിട്ടുണ്ട്. ഈ 4 രാജ്യങ്ങളിൽ തന്നെ പല ഭാഗങ്ങളിലായിട്ട് ബേസുകളും അതല്ലെങ്കിൽ അമേരിക്കയുടെ മറ്റ് സിസ്റ്റംസും അവർ വെച്ചിട്ടുണ്ട്. അങ്ങോട്ടാണ് ഏറ്റവും കൂടുതൽ അടി കൊടുത്തിട്ടുള്ളത് ഇപ്രാവശ്യം. അവിടെ 5th ഫ്ലീറ്റിൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ ബഹ്റൈൻ്റെ 5th ഫ്ലീറ്റ്, അമേരിക്കൻ 5th ഫ്ലീറ്റിലാണെങ്കിൽ 10ൽ കൂടുതൽ എക്സ്പ്ലോഷൻസ് അവിടെ മാത്രം നടന്നിട്ടുണ്ട്. ഏത് മേലെന്ന് പൊട്ടിച്ച് കളയുന്നതല്ല കേട്ടോ, ഇന്റർസെപ്റ്റ് ചെയ്യുന്നത് വേറെ. ഇറാൻ ഒരു ഡസൺ കണക്കിലും അല്ലെങ്കിൽ 2-3 ഡസൺ വെച്ചിട്ട് വിടുന്നുണ്ട്. അതിൽ ഇന്റർസെപ്റ്റ് ചെയ്ത് ശേഷമുള്ള ബാക്കി കാര്യങ്ങൾ ഇവിടെ വികുന്നതിൻ്റെ ഡീറ്റെയിൽസ് ആണ് പുറത്തോട്ട് വന്നിട്ടുള്ളത്. ഇതോടുകൂടി അമേരിക്ക പറഞ്ഞു ഞങ്ങൾ ഇനി തിരിച്ചടിക്കുന്നില്ല, നിങ്ങൾ തിരിച്ചടിച്ച് ഇറാനും പറഞ്ഞു ഓക്കെ ഇനി ഞങ്ങളും അടിക്കുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം കൊടുത്ത് നിൽക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ മരണപ്പെട്ടു പോകുന്നതും പരിക്ക് പറ്റുന്നതും വേറെ കുറേ ആൾക്കാരുണ്ടോ, പട്ടാളക്കാരും അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നാശനഷ്ടങ്ങൾ മാത്രമല്ല, അതിൻ്റെ ഇടയിൽ പെട്ട് ബുദ്ധിമുട്ടാവാൻ പോണ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ഇടയിലുണ്ട്. അതായത് എത്രത്തോളം അമേരിക്കയും ഇസ്രായേലും അടിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ഒന്നടിച്ച് ഞങ്ങൾ 2 അടിക്കും എന്നുള്ള രീതിയിൽ അത്രയും സജ്ജമായിട്ടാണ് ഇറാൻ നിൽക്കുന്നത് എന്നാണ് വീണ്ടും വീണ്ടും തെളിയിക്കുന്നത്. അവർ ഈ ഒരു ഇമേജ് പുറത്തോട്ട് വിട്ടതാണ്. അതായത് നിങ്ങൾ എന്തടിച്ചോ ഞങ്ങളുടെ കയ്യിൽ അതിൻ്റെ തിരിച്ചടിക്കാൻ അല്ലെങ്കിൽ അതിൽ ഡബിൾ അടിക്കാനുള്ള സാധനങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ കയ്യിലുണ്ട്. അതിപ്പം മിസൈൽസ് ആയിക്കോട്ടെ, ഡ്രോണുകളായിക്കോട്ടെ. ഡ്രോണുകളൊക്കെ ആണെങ്കിൽ കയ്യും കണക്കില്ലാണ്ടാണ്. ഈവൻ അമേരിക്കയിലെ ഡ്രോണുകളുടെ ഏറ്റവും നാശം വന്നിട്ടുണ്ടെന്ന്. അതായത് അമേരിക്ക പല രാജ്യങ്ങളുമായിട്ട് പുതിയ കരാറുകൾ ഏർപ്പെട്ടിട്ടുണ്ട്. അമേരിക്ക ഡ്രോണുകൾ കൊടുക്കാമെന്നുള്ള ഒരു സ്ഥലത്തോട്ടും സപ്ലൈ എത്തുന്നില്ല. കാരണം പറഞ്ഞത് ഇറാനിലോട്ട് അടിക്കാൻ വേണ്ടി ഞങ്ങൾ ഉപയോഗിച്ച് ഞങ്ങളുടെ കയ്യിൽ ഇനി തരാനില്ല, ഇനി യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പം കുറച്ച് ഗ്യാപ്പ് വേണമെന്നാണ് അമേരിക്കൻ ഗവൺമെൻറ് പല സഖ്യ രാജ്യങ്ങൾക്കും കൊടുക്കാമെന്ന് ഏറ്റിട്ടുള്ള ഇതിൻ്റെയൊക്കെ പേരിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ചില വാർത്തകളും പുറത്തോട്ട് വരുന്നു. സത്യമാണ്. പക്ഷേ ഇറാൻ്റെ കയ്യിൽ എത്ര അടിച്ചിട്ടും തീരാത്ത രീതിയിലുള്ള ഡ്രോണുകളും മിസൈലുകളുമാണ് ഇപ്പോഴും ഇറാൻ അതായത് ഡെയിലി പ്രൊഡക്ഷനാണ്. ഇറാൻ്റെ ഡെയിലി പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്ന ഇറാൻ്റെ ഒരു ഈ പ്രൊഡ്യൂസിങ് പ്ലേസിലോട്ടും ഏരിയകളിലോട്ടും ഒന്നും അമേരിക്കക്കും ഇസ്രായേലും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഇതൊക്കെ എത്രയോ കിലോമീറ്റർ താഴെ ഈ പാറക്കെട്ടുകളുടെ താഴെ കിടക്കുന്നത്. ഇതിൻ്റെയൊക്കെ വാതിലുകൾ പൊളിക്കാന്നല്ലാണ്ട് 2 ദിവസം കൊണ്ട് അവരത് വീണ്ടും ക്ലിയർ ചെയ്ത് കൊണ്ടാണ് ഇറാൻ മുന്നോട്ട് പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഒന്നടിച്ചപ്പം തിരിച്ച് 4 എണ്ണം തിരിച്ചടിക്കാനുള്ള രീതിയിൽ ഇറാൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഇമേജസും ഒരുപാട് ഫോട്ടോസും അല്ലെങ്കിൽ ഒരുപാട് ക്ലിപ്പുകളൊക്കെ ഇപ്പോൾ പുറത്തായി വരുന്നുണ്ട്. ഇപ്പം ഇനിയും വരുമായിരിക്കും. കാരണം ഇന്നലെ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരടിയാണ് അമേരിക്ക അടിച്ചത്. കാരണം രാത്രി നമ്മൾ വീഡിയോ ചെയ്തിട്ടിരുന്നില്ല. ആ സമയം വരെ അപ്പാച്ചെ തല ഇറങ്ങി വീണതെന്നാണ് പറഞ്ഞത്. പിന്നെയാണ് അപ്പാച്ചെ തല ഇറങ്ങിയതല്ല, അത് വീഴ്ത്തിയതാണ് ആരോ എന്നുള്ള തോന്നൽ ട്രംപിനുണ്ടായതും ഒക്കെ. അത് ഇറാൻ തന്നെ അല്ലാണ്ട് വേറെ ആരും വീഴ്ത്തൂല എന്നുള്ള തോന്നലുള്ളത് കൊണ്ട് ഇറാനിലോട്ട് അടി തുടങ്ങിയതും തിരിച്ച് സൈറൻ പോലും ഇപ്പം ബഹ്റൈനിലും അതുപോലെ തന്നെ ജോർദാനിലൊന്നും സൈറൻ മുഴങ്ങിയിട്ടില്ല. അതിൻ്റെ മുമ്പ് തന്നെ അവിടെ മിസൈലുകൾ വീണ് തുടങ്ങിയിട്ടുണ്ട്. അത് അവർ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് വന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തോട്ട് വരുന്നത്. അതുപോലെ തന്നെ ജോർദാനിൽ അമേരിക്കൻ ബേസിൽ ഈ F-35 നിർത്തിയിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഹാങ്ങേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അതിൻ്റെ ഉള്ളിൽ ഇനി വിമാനം ഉണ്ടോ, അവിടെയൊക്കെ ക്ലിയർ ചെയ്ത സ്ഥലങ്ങളാണോ എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇനി വരണം. പക്ഷേ അവിടെ 10ഓളം F-35 നിർത്തിയിട്ടുള്ള ഹാങ്ങേഴ്സ് തകർത്തു എന്നാണ് ഇപ്പം ഇറാൻ്റെ പുറത്തുനിന്ന് സൈഡിൽ നിന്ന് വന്നിട്ടുള്ള റിപ്പോർട്ട്. അതിൽ എത്ര വിമാനങ്ങൾ തകർന്നു അല്ലെങ്കിൽ പുറത്തോട്ട് വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഇനി അവിടുന്ന് മറ്റു രീതിയിലൊക്കെ വീഡിയോസ് ആരെങ്കിലും ക്യാപ്ചർ ചെയ്തൊക്കെ പുറത്ത് വരണം. ചിലപ്പോൾ സമയം കഴിയും. അല്ലെങ്കിൽ നിന്ന നിപ്പിൽ അങ്ങ് ആത്മഹത്യ ചെയ്ത F-35 ഒക്കെ കഥകൾ നമ്മളിപ്പോൾ ഇനി ഇവിടെ നിന്നോട്ട് കേൾക്കാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു അവസ്ഥയിൽ അമേരിക്ക അങ്ങനെയുള്ള എപ്പോഴും ചെയ്യാറ്. അതായത് അവരെ തൊടാൻ പറ്റാത്തതും സ്വയം വെടിവെച്ചിട്ടതും നിന്ന നിപ്പിൽ ആത്മഹത്യ ചെയ്യുന്ന വിമാനങ്ങളും മിസൈലുകളും അല്ലെങ്കിൽ ഹെലികോപ്റ്ററുകളൊക്കെ അമേരിക്കയ്ക്കുള്ളത്, ഇസ്രായേലിനും അതൊക്കെ തന്നെയുള്ളത്. അതുകൊണ്ട് അവിടുത്തെ നാശനഷ്ടങ്ങളെങ്കിൽ അവിടേക്ക് കിട്ടിയിട്ടുള്ള അടികളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒന്നും പുറത്തു വരാറില്ല. അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യൂ. നിങ്ങൾക്ക് പല പുതിയ ന്യൂസുകൾ വരുമായിരിക്കും, പുതിയ വീഡിയോസ് ഇമേജസ് വരുമായിരിക്കും. ചില എക്സ്പ്ലോസീവ് വീഡിയോസ് ഉണ്ട്. എനിക്ക് ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പുതിയൊരു ടെലഗ്രാം ചാനൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ ഇടാം. അതിൽ ഈ വീഡിയോസിൻ്റെ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് കുറേയും കൂടെ ഒക്കെ ഞാൻ അതിൽ പോസ്റ്റ് ചെയ്യാം, എവിടെ എങ്ങനെ നടന്നു എന്നുള്ളത്. ഏതാണെങ്കിൽ താൽക്കാലികമായിട്ട് ഞങ്ങൾ തൽക്കാലം ഇനി സ്റ്റോപ്പ് ചെയ്യുകയാണ്, ഞങ്ങൾ തിരിച്ചടിക്കുന്നില്ല എന്ന് അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് പുറത്തോട്ട് വിട്ടിട്ടുണ്ട്. അടിച്ചതിനൊക്കെ ഞങ്ങളും തിരിച്ചടിച്ചിട്ടുണ്ടെന്ന് ഇറാനും കൺഫേം ചെയ്യുന്നുണ്ട്. ഇന്നലെ പുലർച്ചയോടുകൂടി അടിയും തിരിച്ചടിയും ഒക്കെ കഴിഞ്ഞ് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. ഇപ്പം സമാധാനത്തിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും നമ്മുടെ എണ്ണയുടെ
എണ്ണയുടെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് ഏകദേശം ഇന്നലെ തന്നെ 7 ലക്ഷം കോടി രൂപയുടെ തകർച്ച നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി അത് വീണ്ടും ഇന്ന് കൂടുന്നുണ്ട്. ഇനി ഇവിടെ അങ്ങോട്ട് ഇങ്ങനെ തന്നെ ആയിരിക്കും. ഒരു സമാധാനമൊന്നും എവിടെയും കാണുന്നില്ല. അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ചർച്ച ഉണ്ട് എന്ന് വെറുതെ ഇങ്ങനെ പറയാമെന്നല്ലാണ്ട് ഒരു ചർച്ചകളും എവിടെയും ഇതുവരെ കണ്ടിട്ടില്ല. അത് നടക്കും എന്നുള്ളതൊക്കെ കണ്ടു തന്നെ അറിയാം. ഏതായാലും പ്രവാസികളെ നിങ്ങൾ സൂക്ഷിച്ചിരുന്നോളൂ. അമേരിക്കയും ഇസ്രായേലും കാണിക്കുന്ന ഓരോ ചെറ്റത്തരങ്ങൾക്കും അടി കിട്ടാൻ പോകുന്നത് GCC കൺട്രീസിനായിരിക്കും. കാരണം അവിടെ ഇരുന്നിട്ടാണ്, അല്ലെങ്കിൽ അവന്മാർക്ക് ഇരിക്കാൻ സ്ഥലം കൊടുത്തത് GCC ആയതുള്ളതുകൊണ്ടും അവിടെ നിന്ന് ഇറാൻ അടിക്കുന്നത് കൊണ്ടും അല്ലെങ്കിൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടും ഒക്കെ തിരിച്ചടി കിട്ടാൻ പോകുന്നത് നിങ്ങൾക്ക് തന്നെ ആയിരിക്കും. അപ്പം ഭയങ്കരമായിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു UAE-ലും അതുപോലെ തന്നെ മറ്റ് അറബിക് കൺട്രീസ്, പ്രത്യേകിച്ച് GCC-ലൊക്കെ ജോലിക്കൊക്കെ നല്ല ബുദ്ധിമുട്ടുകളുണ്ട്. ഒരുപാട് പേര് ഞാൻ അറിയുന്ന ആൾക്കാർ വിളിക്കുന്നുണ്ട്. ഈ ഹെൽത്ത് കെയർ ഫീൽഡിൽ വലിയ എഫക്റ്റ് വന്നിട്ടില്ല, കാരണം ഞാൻ അതിലായതുകൊണ്ടും എനിക്കതിനെപ്പറ്റി കൂടുതൽ അറിയുന്നത് കൊണ്ടും അവിടേക്ക് ഇതുവരെ വലിയ രീതിയിലുള്ള അടികൾ ഹെൽത്ത് കെയറിലോട്ട് വന്നിട്ടില്ല. പക്ഷെ മറ്റ് ലോജിസ്റ്റിക് ഏരിയകളിലോട്ടും ടൂറിസത്തിലോട്ടും കണ്ണട്ടിച്ച അതായത് ഒരു രീതിയിലും പല കമ്പനികൾ വരെ ക്ലോസ് ചെയ്തു. പല കമ്പനികൾക്കും ആർക്കും സാലറി കൊടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് ദുബായ് കിടന്ന് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. പലരെയും പുറത്തോട്ട് തിരിച്ചു വിട്ടിട്ടുണ്ട്. ഈ എൻഡ് ഓഫ് ബെനിഫിറ്റ്സ്, അതായത് പിരിഞ്ഞു പോണ സമയത്ത് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ പോലും കൊടുക്കാണ്ട് ചുമ്മാ കയ്യും വീശി പലരെയും പുറത്തു വിട്ടിട്ടുണ്ട്. നാട്ടിൽ കുടുങ്ങിപ്പോയ ആളുകളുണ്ട്. തിരിച്ച് നിങ്ങൾ ഇപ്പം കൊണ്ട് വരേണ്ട, അവിടെ ജോലിയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് അങ്ങനെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ അവിടെ ജോലിക്ക് ബുദ്ധിമുട്ടുന്നുണ്ട്, ജോലി കിട്ടാണ്ട്. ഒരുപാട് പേര് എന്നെ അല്ലാണ്ട് വിളിക്കുന്നവരുണ്ട്. അവിടുന്ന് ഇവിടെ വല്ല ജോലിയൊക്കെ ഉണ്ടോ നമ്മുടെ നാട്ടിൽ അതിനേക്കാൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടിലാണ് പോകുന്നത്. ഇവിടെ കിട്ടുന്നതൊക്കെ വിറ്റോണ്ടിരിക്കുകയാണ്. ഇത്രയും ദിവസം കൊണ്ട്, അല്ലെങ്കിൽ 4,000 ദിവസം, അല്ലെങ്കിൽ നെഹ്റുവിനെ വെട്ടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇരിക്കുന്നതിൽ മാത്രമല്ല, വെക്കുന്നതിലും നെഹ്റുവിനെ, അതായത് നെഹ്റു അല്ലെങ്കിൽ മുൻ പ്രധാനമന്ത്രിമാർ ഇന്ത്യയിൽ എന്തെങ്കിലും കൊണ്ടുവരാൻ നോക്കുമ്പോൾ ഇന്ത്യയിലെ സാധനങ്ങളെല്ലാം വിറ്റൊഴിച്ച് സംഘികൾക്ക് ഇങ്ങനെ ചാണകട്ട് കൊടുക്കുകയാണ് നമ്മുടെ പ്രധാന മോങ്ങിജി എന്നുള്ളത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് വീണ്ടും. ഇന്ത്യയിൽ വന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിൻ്റെ പുതിയ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. മാക്സിമം ലൈക്കും കമൻറ്റുകളും നിങ്ങൾ വീഡിയോക്ക് ഇടുക. മാക്സിമം സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകാം.